ഇപ്പൊ കേൾക്കാമോ? ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി ഇടയ്ക്ക് കേൾക്കാം കേൾക്കാം. ഓക്കെ, ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പോഴും ആരോ ഇത് ഹോസ്റ്റ് ഡിസേബിൾഡ് എന്നാ കാണിക്കുന്ന. ഹോസ്റ്റ് ഡിസേബിൾഡ് പാർട്ടിസിപ്പന്റ് സ്ക്രീൻ ഷെയറിംഗ് എന്നാ കാണിക്കണം. ഓക്കെ, ഞാൻ എങ്ങനെയോ ഔട്ടായി പോയി. അപ്പോഴ് ഹോസ്റ്റ് ഇത് മാറ്റം വന്നതാണ്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ കട്ടായി പോയി. ഞാൻ എങ്ങനെയോ റേഞ്ച് പ്രശ്നം കൊണ്ടാകണ്ട ഔട്ടായി പോയി. ഓക്കെ, സ്ക്രീൻ കാണാലോ അല്ലേ? കാണാം. നമ്മള് ബ്രെയിൻ വേവ്സിനെ സ്ക്രീന് ഒന്നുകൂടെ സ്ക്രീന് കാണുന്നില്ല. സ്ക്രീന് കാണുന്നില്ല. ഒന്ന് ഡോക്ടർ ഷെയർ ചെയ്തോളൂ. കാണാനല്ലേ? കാണാമല്ലോ ഹ്യൂബർട്ട് ഡോക്ടർ, സ്ക്രീൻ കാണാം. കാണുന്നുണ്ട്, കാണാം, എല്ലാവർക്കും കാണാം. അപ്പൊ കണ്ടിന്യൂ അല്ലല്ലേ? ഓക്കെ. അപ്പൊ സ്ലീപ്പിന്റെ സ്റ്റേജസിൽ നമുക്ക് ഡിഫറെന്റ് വേവ് പാറ്റേൺസ് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഉറങ്ങാത്ത സമയത്തൊക്കെ ഇപ്പൊ നമ്മുടെ EEG മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് കൂടുതലും ബീറ്റ വേവ്സ് ആയിരിക്കും. പക്ഷെ ഉറക്കത്തിന്റെ ഓരോ സ്റ്റേജസിലും അത് ബീറ്റ വേവിൽ നിന്ന് മാറി ഫസ്റ്റ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അത് ആൽഫ വേവിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജ് 2 തീറ്റ, അത് കഴിഞ്ഞ് ഡെൽറ്റ വേവ്സ്, അത് കഴിഞ്ഞ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഇങ്ങനെ ഏകദേശം 5 സ്റ്റേജ് ആയിട്ടാണ് സ്ലീപ്പിന്റെ ഓരോരോ ഘട്ടം പോണത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എൻറ്റയർ സ്റ്റേജ് ഏകദേശം 90 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സ്ലീപ്പ് സൈക്കിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ആൽഫ വേവ് ഉണ്ടാവും, ബീറ്റ വേവ്, തീറ്റ, ഡെൽറ്റ, അങ്ങനത്തെ 4 വേവ് സ്റ്റേജസ് കഴിഞ്ഞിട്ട് പിന്നെ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിന്റെ സ്റ്റേജ് വരും. റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിന്റെ സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ 5 സ്റ്റേജ് 90 മിനിറ്റ് ദൈർഘ്യത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് ആണ് നമ്മുടെ ഒരു ഹെൽത്തി സ്ലീപ്പ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൻ്റെ അകത്ത് ഓരോ സ്റ്റേജിലും പല പല ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ നടക്കും. അപ്പൊ അത് ഓരോരോ സ്റ്റേജിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത്, കാരണം അതിൻ്റെ അകത്ത് ഓരോ സ്റ്റേജിനും പ്രത്യേകതകളുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ തീറ്റ ആൻഡ് ഡെൽറ്റ വേവുകളുടെ സ്റ്റേജസ് ആണ്. ഈ തീറ്റ ആൻഡ് ഡെൽറ്റ സ്റ്റേജിലാണ് നമ്മൾ പറയുന്ന കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നടക്കണമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിക്ക തോട്ട്സും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആലോചിച്ച് വെക്കുന്ന കാര്യങ്ങളെല്ലാം ഷോർട്ട് ടേം മെമ്മറിയിൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് മെമ്മറിയിലായിരിക്കും നിൽക്കുന്നത്. അതിനായി ഈ ഡീപ്പ് സ്ലീപ്പിന്റെ സ്റ്റേജിലാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റണം. ഇപ്പൊ ഷോർട്ട് ടേം മെമ്മറിയും അതുപോലെ തന്നെ മെമ്മറിയുടെ ആദ്യത്തെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ബ്രെയിൻ ഏരിയ. ആ ഹിപ്പോ ക്യാമ്പസ് എന്നുള്ള ബ്രെയിൻ ഏരിയന്ന് അത് ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യണ കോർട്ടിക്കൽ റീജിയനിലേക്ക് മാറ്റണ പ്രോസസ്സാണ് ഈ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. ഈ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നടക്കുന്ന ഈ ഡീപ്പ് സ്ലീപ്പിന്റെ സ്റ്റേജസിലാണ്. അതിനാണ് നമുക്ക് ഈ സമയത്തുള്ള EEG മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് K കോംപ്ലക്സ് അല്ലെങ്കിൽ സ്ലീപ്പ് സ്പിൻഡിൽസ് കാണാം. ആ സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞാൽ മെമ്മറി ഒരു ഇന്നലെ നമ്മൾ കാണിച്ച പോലെ തന്നെ ആ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിലുള്ള മെമ്മറി പ്രോട്ടീൻസ് ആയിട്ട് മാറി അത് കൺസോളിഡേറ്റഡ് ആകുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിനാണ് അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ബാക്കി എല്ലാ സ്റ്റേജിനും കൂടുതൽ ഈ ഡീപ്പ് സ്ലീപ്പിന്റെ സ്റ്റേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്ത ഒരു പിറ്റേ ദിവസം ഉറക്കത്തിൽ നിന്ന് എണീറ്റാലും അവർക്ക് ആ ക്ഷീണം മാറിയതായിട്ട് തോന്നില്ല. കാരണം അവര് 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങിക്കാണും. പക്ഷെ ഈ ഡീപ്പ് സ്ലീപ്പിന്റെ പീരീഡ് കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഉറക്കം പ്രോപ്പർ അല്ലെന്ന് തോന്നാനായിട്ടുള്ള ഒരു മെയിൻ കാരണം. അപ്പൊ അതിന് ഈ ഒരു 5 സ്റ്റേജസ് കടന്നു പോണത് നമ്മുടെ ബ്രെയിനിന്റെ ഭയങ്കരമായിട്ട് റിലാക്സേഷന് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ അകത്ത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിലാണ് ഇമോഷണൽ ഡ്രെയിനിങ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ ബാക്കി തീറ്റ വേവും ഡെൽറ്റ വേവും ഉള്ള സ്റ്റേജസിലാണ് കൺസോളിഡേഷൻ ഓഫ് മെമ്മറി. അത് ഹിപ്പോ ക്യാമ്പസ് വഴി നടക്കണ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റണ പ്രോസസ്സും നമ്മുടെ ഇമോഷണൽ ഡ്രെയിനിങ് നടക്കുന്നത് ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിന്റെ സമയത്താണ്. അപ്പോഴാണ് നമുക്ക് കുറേയും കൂടെ ഇപ്പൊ ഒരു ദിവസം നമ്മൾ ഇമോഷണലി ഭയങ്കര വിഷമത്തോടെയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം കഴിയുമ്പോൾ നമ്മൾ കുറേയും കൂടെ റിലാക്സ് ആകാൻ കാരണം എന്ന് വെച്ചാൽ ഈ REM സ്ലീപ്പിലൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ
ബ്രെയിൻ വേവ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഓരോരോ സ്റ്റേജിലും ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ 90 മിനിറ്റ് ദൈർഘ്യത്തിൽ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഏകദേശം 6 തൊട്ട് 8 മണിക്കൂറാണ് നമ്മൾ ഉറക്കം എന്ന് പറയണത്. അതപ്പോ ഏകദേശം 4 തൊട്ട് 5 90 മിനിറ്റിന്റെ ദൈർഘ്യത്തിലുള്ള സൈക്കിൾ ആയിരിക്കും. അപ്പോൾ ഒരു സൈക്കിൾ 90 മിനിറ്റ് എന്ന് വെച്ചാൽ 1.5 മണിക്കൂർ. അങ്ങനെ ഒരു 4 5 സൈക്കിളാണ് നമ്മുടെ ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. ഇപ്പൊ നമ്മൾ മിക്കയിടത്തും ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഫേസ് ചെയ്യണ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അവർക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണമെന്നുള്ളതാണ്. അപ്പൊ ക്വാളിറ്റി സ്ലീപ്പ് കൂട്ടാനായിട്ടുള്ള കുറെ മാർഗങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കെമിക്കലാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണം. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ സ്ലീപ്പിന്റെ സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം തോന്നുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ബിൽഡ് ആവുന്ന ഒരു കെമിക്കലാണ് അഡിനോസിൻ എന്ന് പറയുന്നത്. ഇപ്പൊ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കുമ്പോൾ അഡിനോസിന്റെ ലെവൽ വളരെയധികം കുറവായിരിക്കും. അഡിനോസിൻ നമ്മുടെ ഒരു മെറ്റബോളിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ കൂടുതൽ അധ്വാനിക്കണം, അല്ലെ കൂടുതൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്ന ആൾക്കാരിൽ അഡിനോസിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതാണ് പണ്ടൊക്കെ കൃഷിസ്ഥലത്തും അതുപോലെ തന്നെ അധ്വാനിക്കണ ജോലിയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് നല്ല ഉറക്കം കിട്ടാനുള്ള കാരണം. ഇപ്പൊ നമ്മൾ കൂടുതൽ വർക്കൗട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ എഫേർട്ട് ഇല്ലാത്ത ജോലിയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഒക്കെ മുമ്പിൽ ഇരിക്കുന്ന കൂടുതൽ ജോലികളാണ് ആവില്ല. അങ്ങനെ വരുമ്പോഴാണ് ആ സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറയാനായിട്ടുള്ള ഒരു മെയിൻ കാരണം. ഇപ്പൊ അഡിനോസിന്റെ സ്റ്റേജസ് നോക്കി കഴിഞ്ഞാൽ രാവിലെ 7 മണിക്കൊക്കെ അഡിനോസിന്റെ ലെവല് വളരെ കുറവായിരിക്കും. അത് കഴിയുമ്പോൾ അഡിനോസിൻ പയ്യെ ബിൽഡ് ആവും. അത് കഴിഞ്ഞ് ഏകദേശം ഒരു രാത്രി ഒരു 10-11 മണിയാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അഡിനോസിൻ ഇതാവുന്നത്. അപ്പൊ അഡിനോസിൻ അത്രയും ബിൽഡായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ക്വാളിറ്റി, ആ ഉറക്കത്തിലേക്ക് നമ്മൾ പോകുമെന്നാണ് റിസർച്ച് എല്ലാം പറയണത്. കാരണം അഡിനോസിൻ കുറവുള്ള ബ്രെയിനിലാണെങ്കിൽ ആ ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറച്ചും കൂടെ വ്യത്യാസമായിരിക്കും. അത് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം അഡിനോസിൻ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ആവും. അപ്പൊ ഒരു 11-12 മണി കഴിഞ്ഞിട്ട് ഉറങ്ങാത്ത ആൾക്കാരിൽ അഡിനോസിൻ കൂടുതൽ ബിൽഡപ്പ് ആവും. അപ്പൊ അഡിനോസിൻ ബിൽഡപ്പ് ആയിട്ട് നമ്മൾ പിറ്റേ ദിവസം ഉറക്കത്തിന് എണീറ്റാലും അഡിനോസിൻ തലച്ചോറിൽ അവശേഷിക്കും. അഡിനോസിൻ തലച്ചോറിൽ അവശേഷിക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ എണീക്കുമ്പോഴും വി ഫീൽ ലെത്താർജി, അല്ലെ നമുക്ക് നല്ല ഉറക്കം കിട്ടിയില്ല എന്നുള്ള ഒരു തോന്നൽ വരും. അതിന് കാരണം അഡിനോസിൻ നമ്മുടെ തലച്ചോറിൽ അവശേഷിക്കണതാണ്. പിന്നെ അത് കൂടാതെ അഡിനോസിൻ കൂടാതെ വേറെ 2 ഇമ്പോർട്ടൻറ്റ് മോളിക്യൂൾസ് ഉണ്ട്. ഒന്ന് കോർട്ടിസോളും മറ്റേത് മെലറ്റോണിനും. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാണ് എല്ലാവരും എണീക്കണേന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ മോളിക്കുലർ മെക്കാനിസം വളരെ റീസെന്റ് ആയിട്ടാണ് സ്റ്റാൻഫോർഡിൽ നടന്ന ഒരു പഠനത്തിൽ മനസ്സിലായത്. അത് കോവിഡിന്റെ സമയത്താണ് ഈ ഒരു പഠനം നടന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് മനസ്സിലായെന്ന് വെച്ചാൽ കോർട്ടിസോള് നമ്മളെ ഉണർത്താനായിട്ടുള്ള ഒരു മോളിക്യൂളും കൂടെയാണെന്ന് ആ പഠനത്തിൽ നിന്ന് മനസ്സിലായത്. ഇത്രയും നാൾ നമ്മൾ കോർട്ടിസോളിനെ സ്ട്രെസ് ഹോർമോണൊക്കെ ആയിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. അത് കൂടാതെ കോർട്ടിസോളിന് നമ്മളെ രാവിലെ ഉണർത്തുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ടെന്നാണ് ഈ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത്. അതിന് ആ മെക്കാനിസം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഊർജ തരംഗങ്ങളാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തണേന്ന്. ആ നമ്മൾ പറയണ ബ്ലൂയിഷ് യെല്ലോ റേഡിയേഷൻ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ആ സമയത്തുള്ളത്. അതൊരു 3:15 അല്ലെങ്കിൽ 3:30 തൊട്ടൊക്കെ രാവിലെ ഒരു 7-8 മണി വരെയൊക്കെ ആ ഒരു റേഡിയേഷൻ ഉണ്ടാവും അറ്റ്മോസ്ഫിയറിൽ. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആ പ്രയോജനപ്പെടുന്ന 7 മണിക്ക് മുമ്പ് നമ്മൾ ആ ഒരു എനർജി നമുക്ക് കിട്ടിയാലാണ്. അപ്പൊ ആ രാവിലെയുള്ള ഈ ബ്ലൂയിഷ് യെല്ലോ റേഡിയേഷൻ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ആക്ടിവേഷൻ നടക്കണം നമ്മുടെ തലച്ചോറിന്റെ. അത് എത്താനായിട്ട് ആകെ ഒരു മാർഗമുള്ളൂ. നമ്മുടെ കൺപീലിയുടെ അടിയിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതിന് നമ്മൾ മെലാനോസൈറ്റ് കണ്ടെയ്നിങ് റെറ്റിനൽ ഗാംഗ്ലിയോണിക് സെൽസ് എന്നാ പറയുന്നത്. ആ സെൽസ് വഴിയാണ് ആ ഊർജ തരംഗങ്ങൾ നമ്മുടെ ബ്രെയിനിൽ എത്തണത്. ബ്രെയിനിൽ ഇതെത്തണത് സുപ്രാക്യാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസിന്റെ മുകളിലുള്ള ഒരു ഏരിയയില്. സുപ്രാക്യാസ്മാറ്റിക് ന്യൂക്ലിയസ് ആക്ടിവേറ്റഡ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം ടേൺ ഓൺ ആവണം, അല്ലെങ്കിൽ നമ്മുടെ സർക്കേഡിയം ക്ലോക്ക് ടേൺ ഓൺ ആവും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഉണരാൻ തുടങ്ങുന്നത്. അപ്പൊ ഉണരാനായിട്ടുള്ള ഫസ്റ്റ് സിഗ്നൽ ഈ സുപ്രാക്യാസ്മാറ്റിക് ന്യൂക്ലിയസ് പിന്നെ ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഹൈപ്പോതലാമസ് വഴി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന്
അഡിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ റിലീസ് ചെയ്യും. അത് കിഡ്നിയുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് കോർട്ടിസോൾ റിലീസ് ചെയ്യും. അങ്ങനെ കോർട്ടിസോൾ വരുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ്ലി രാവിലെ ഉണരണ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആക്റ്റീവ് ഫോമിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് രാവിലെ 7 മണിക്കൊക്കെ മുമ്പ് ഈ ആക്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഉണരും. പക്ഷെ അത് കുറേം കൂടെ ഡിലേ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 9-10 മണിക്കൊക്കെ രാവിലെ എണീക്കുന്ന ആൾക്കാർക്ക് കോർട്ടിസോൾ പൾസ് കുറേം കൂടെ ഡിലേ ആവും. അപ്പൊ ആ കോർട്ടിസോൾ പൾസ് ഡിലേ ആയിക്കഴിഞ്ഞാൽ ആ പഠനം പറയണമെന്ന് വെച്ചാൽ ഡിലേഡ് റിലീസ് ഓഫ് കോർട്ടിസോൾ ഡയറക്ട്ലി ഇൻഡ്യൂസസ് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് എന്നാണ്. അപ്പൊ നമുക്ക് അറിയാതെ തന്നെ ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും നമ്മുടെ അന്നത്തെ ദിവസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞായറാഴ്ചയൊക്കെ നമ്മളൊരു 9-10 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് മനസ്സിലാവും അന്നത്തെ ദിവസം ഒന്നും പ്രൊഡക്റ്റീവായിട്ട് നടക്കാത്തതിന് ഒരു മെയിൻ കാരണം ഈ കോർട്ടിസോള് ലേറ്റ് പൾസ് ഓഫ് കോർട്ടിസോൾ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ലേറ്റ് പൾസ് ഓഫ് കോർട്ടിസോൾ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അന്നത്തെ ദിവസം കുറച്ച് ആങ്ഷ്യസും അതുപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത് നമ്മുടെ ബ്രെയിൻ തന്നെ റീപ്രോഗ്രാം ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അത് കൂടാതെ വേറൊരു പ്രക്രിയയും കൂടെ നടക്കും ഈ ഒരു രാവിലത്തെ ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞാൽ. അപ്പൊ രാവിലത്തെ ഈ ഒരു ബ്ലൂയിഷ് യെല്ലോ സ്റ്റിമുലേഷൻ നമ്മുടെ സുപ്രാക്യാമസ്മാറ്റിക് ന്യൂക്ലിയസ് വഴി ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും അത് അടുത്തുള്ള പൈനിയൽ ഗ്ലാൻഡിനെയും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ പൈനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഏകദേശം 12 തൊട്ട് 14 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് മെലറ്റോണിൻ റിലീസ് ചെയ്യും. ആ മെലറ്റോണിൻ ആണ് ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ രാവിലത്തെ 7 മണിക്ക് മുമ്പ് നമുക്ക് ഈ സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഉറങ്ങാനായിട്ടുള്ള സിഗ്നലും അതുപോലെ നമ്മളെ നല്ല ആക്റ്റീവ് ഫോമിലേക്ക് രാവിലെ വരാനായിട്ടുള്ള സിഗ്നലും രാവിലെ തന്നെ കിട്ടുന്നത്. അപ്പൊ അതാണ് ഈ ഒരു മെക്കാനിസത്തിന്റെ മെയിൻ എന്താണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിട്ട് 2020 നടന്ന റിസർച്ചാണിത്. അപ്പൊ അത്രയും കൂടുതൽ ആൾക്കാർ ലേറ്റ് ആയിട്ട് എണീക്കണവർക്ക് എങ്ങനെയാണ് ഈ കോവിഡിന്റെ ടൈമിന് ഓട്ടോമാറ്റിക് സ്ട്രെസ് ബിൽഡായെന്നാണ് അവർക്ക് ഈ പഠനത്തിലൂടെ മനസ്സിലായത്. അപ്പൊ ഏർലി പൾസ് ഓഫ് കോർട്ടിസോൾ ഈസ് ആക്ടിവേറ്റിംഗ്. അതുകൂടാതെ ലേറ്റ് പൾസ് ഓഫ് കോർട്ടിസോൾ ആണ് കിട്ടണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് ബിൽഡ് ചെയ്യുമെന്നാണ് ഈ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത്. പിന്നെ അത് കൂടാതെ അപ്പൊ നമ്മൾ 3 കെമിക്കൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്, ഒന്ന് അഡിനോസിൻ, കോർട്ടിസോൾ ആൻഡ് മെലറ്റോണിൻ. അത് കൂടാതെ ഈ കെമിക്കൽസ് എല്ലാം കൂടാതെ ഉറക്കത്തിന്റെ സമയത്താണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു വാഷിംഗ് ഔട്ട് പീരീഡ് എന്ന് പറയുന്നത് ഈ ഡീപ്പ് സ്ലീപ്പിന്റെ ഒക്കെ സമയത്താണ്. ഒരു ദിവസത്തെ ആക്ടിവിറ്റി കഴിയുമ്പോഴത്തേക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ബ്രെയിനിൽ തന്നെ there are billions of neurons. ഓരോ ന്യൂറോണിനും 10,000-ഓളം ആവറേജ് കണക്ഷൻസ് ഉണ്ടാക്കാം. സോ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് നെറ്റ്വർക്ക്. അത്രയും ഹ്യൂജ് നെറ്റ്വർക്ക് ആയിട്ടുള്ള ബ്രെയിനിന്റെ കണക്ഷൻസിൽ അത്രയും ആക്ടിവേഷൻ നടക്കുന്നതാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മളിവിടെ വെറുതെ ഇരിക്കണമെന്ന് നമുക്ക് തോന്നാം, പക്ഷെ ബ്രെയിൻ ഇവിടെ ഇരുന്നിട്ട് നമ്മളിപ്പോ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഓരോ ഇന്ററാക്ഷനും, ഇപ്പൊ നമ്മുടെ ഓരോ സ്കിന്നിന്റെ ഹെയർസിൽ നിന്ന് നമ്മൾ ആ ടാക്ടൈൽ റിസപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കറക്റ്റ് ബ്രെയിൻ നിന്ന് വന്ന സിഗ്നൽ കാരണം ബ്ലഡ് വെസൽസ് കറക്റ്റ് ആയിട്ട് പമ്പ് ചെയ്യണം, കറക്റ്റ് ഏരിയാസിലേക്ക് ബ്ലഡ് എത്തിക്കണം. അങ്ങനെ പല പല പ്രോസസ്സും ഈ ന്യൂറൽ നെറ്റ്വർക്സിന്റെ ആക്ടിവേഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പൊ അത്രയും കൂടുതൽ ടോക്സിൻസും ബിൽഡപ്പ് ആവും ഒരു ദിവസത്തെ ആക്ടിവേഷൻ കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് കഴിയുമ്പോൾ. അപ്പൊ ആ ടോക്സിൻസിനെ ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ് ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ബ്രെയിനിനെ ക്ലിയർ ചെയ്യാൻ, അപ്പൊ ഈ ആക്ടിവേഷൻ ഈ ക്ലിയറൻസ് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ഈ ടോക്സിൻസ് ക്ലംപ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഈ പ്രോട്ടീൻ അഗ്രിഗേറ്റ്സ് ആയിട്ട് മാറുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ബീറ്റ അമിലോയിഡ് പ്ലേക്സ് അൽഷിമേഴ്സിൽ കാണുന്നത്, അല്ലെങ്കിൽ ആൽഫ സൈനുക്ലിൻ അഗ്രിഗേറ്റ്സ് ഫോർ പാർക്കിൻസൺ, ഇങ്ങനെ പല പല ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷനും ഡിഫറെന്റ് ഫോംസ് ഓഫ് അഗ്രിഗേറ്റഡ് പ്രോട്ടീൻസാണ് കാണുന്നത്. ഈ അഗ്രിഗേഷൻ ഓഫ് പ്രോട്ടീൻസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ബ്രെയിനിൽ ബിൽഡപ്പ് ചെയ്യണത് ആ സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറയുമ്പോഴും. അപ്പൊ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോണ ആൾക്കാർക്ക് ഈ ക്ലിയറൻസ് ബെറ്റർ ആയിട്ട് നടക്കും. സോ ദിയർ ബ്രെയിൻ വിൽ ബി മച്ച് മോർ എഫിഷ്യൻറ്റ്. അത് കൂടാതെ ബ്രെയിൻ ഇപ്പൊ നമുക്ക് ഉറക്കം കിട്ടാത്ത ഒരാളുടെ ബ്രെയിനിന്റെ റീകോളിംഗ് എബിലിറ്റിയും അല്ലെങ്കിൽ ഓർമ്മശക്തി റീകളക്ട് ചെയ്തെടുക്കുന്ന ഒരു എബിലിറ്റിയും അത് ഉറക്കം കിട്ടാത്ത ഒരാളും ഉറക്കം നന്നായിട്ട് കിട്ടിയ ആളുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ ചുമന്ന ലൈൻ കാണിക്കണം എന്ന് വെച്ചാൽ നന്നായിട്ട് ഉറക്കം കിട്ടിയ ആൾക്ക് റീകോളിംഗ് എബിലിറ്റി
ഏകദേശം 60-70% ആയിരിക്കും. പക്ഷേ നന്നായിട്ട് ഉറക്കം കിട്ടാത്ത ഒരാൾക്ക് അത് 20-30% എന്ന് വെച്ചാൽ 3-4 മടങ്ങ് കുറയും എന്നാ പറയണം. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് നമുക്ക് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി കപ്പാസിറ്റി അല്ലെങ്കിൽ റീകോളിംഗ് എബിലിറ്റി ഒരു 3-4 മടങ്ങ് കുറയും എന്നുള്ളതാണ്. അത് ലോങ് റണ്ണില് പല പല ന്യൂറോ റിലേറ്റഡ് ഡിമെൻഷ്യ അല്ലെ അൽഷീമേഴ്സ് പോലത്തെ ഓർമ്മക്കുറവിലേക്ക് എത്തുമെന്നാണ് ഓരോ സ്റ്റഡീസും പറയണത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലീപ്പിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്താൽ തന്നെ നമുക്ക് ബ്രെയിനിന്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ പ്ലാസ്റ്റിസിറ്റിയും കൂട്ടാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എങ്ങനെ ബ്രെയിനിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം എപ്പോഴും ഒരു സ്ട്രെസ് ഡിസോർഡർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, ദെൻ ഇറ്റ് ചേഞ്ചസ് ടു ആങ്സൈറ്റി ഡിസോർഡർ, അവസാനം ഡിപ്രഷനിലേക്ക് മാറാം. അപ്പൊ ഈ സ്ട്രെസ് ഡിസോർഡറും ആങ്സൈറ്റി ഡിസോർഡറും നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് ഒരു മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് തന്നെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മെഡിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ബ്രെയിനിന് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ന്യൂറോ റിലേറ്റഡ് എന്ത് കാര്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയണമെന്ന് വെച്ചാൽ മെഡിക്കേഷൻ ലാസ്റ്റ് പ്രിഫറൻസ് ആണ്. കാരണം എല്ലാ ന്യൂറോ റിലേറ്റഡ് സൈക്കാട്രിക് ഡ്രഗ്സിനും ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് സൈഡ് ഇഫക്ട്സ്. അപ്പൊ അത് ലാസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാറ്റം കൊണ്ടുവരാമെന്നാണ് സ്റ്റഡീസ് എല്ലാം പറയുന്നത്. ഇപ്പൊ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ബ്രെയിനിൽ വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ സ്ട്രെസ് ഡിസോർഡറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഇത് കാണിക്കണ ഒരു നോർമൽ ഒരാളുടെ ബ്രെയിനിലുള്ള ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് ആണ്. അത് ഒരു സ്ട്രെസ് ഡിസോർഡർ വന്ന ഒരാൾക്ക് ആ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ നമ്പർ വളരെയധികം കുറയും. ഇപ്പൊ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് കുറയുമ്പോൾ മെമ്മറി പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്യാനുള്ള ഏരിയയും കൂടെ കുറയണം. അത് കൂടാതെ ടോട്ടൽ ആക്സോണിന്റെ ബ്രാഞ്ചിങ് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ചിങ്ങും കുറയണതായിട്ടാണ് കാണുന്നത്. ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടെ കാണാം. ഒരു നോർമൽ ഒരാളുടെ ബ്രെയിനിലുള്ള ആക്സോണൽ ബ്രാഞ്ചിങ് അതുപോലെ ഡെൻഡ്രൈറ്റിക് ബ്രാഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ എന്താ ബ്രാഞ്ചിങ് ഉള്ളതായിട്ട് കാണാം. പക്ഷെ സ്ട്രെസ് കൂടിയ ഒരാൾക്ക് അല്ലെങ്കിൽ സ്ട്രെസ് ഡിസോർഡറിലേക്ക് പോയ ഒരാൾക്ക് ആ ബ്രാഞ്ചസ് വളരെയധികം ചുരുങ്ങുമെന്നാണ് സ്റ്റഡീസ് എല്ലാം പറയുന്നത്. അത് കൂടാതെ ഹൈലി സ്ട്രെസ്ഫുൾ കണ്ടീഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ ഏരിയയുടെ ആക്ടിവേഷന് പകരം ഏറ്റവും കൂടുതലായിട്ട് അമിഗ്ഡാലയുടെ ഏരിയ ആക്റ്റീവ് ആണ്. സോ അമിഗ്ഡാല ഈസ് കോൾഡ് ആസ് ദ ഇമോഷണൽ ബ്രെയിൻ. ആ ഒരു പാർട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആണ് സ്ട്രെസ്ഡ് ആയിട്ടും ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ. അപ്പൊ ഇതിന് ഹൈ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ ഈ അമിഗ്ഡാല ആക്റ്റീവ് ആകാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് ഹൈലി ആക്ടിവേറ്റഡ് ആവും. അത് കൂടാതെ നമുക്ക് ഇപ്പൊ സ്ട്രെസ് വന്ന ഒരാൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്റർവ്യൂവിന് പോണ ഒരു കുട്ടി ഹൈലി സ്ട്രെസ്ഡ് ആണെങ്കിൽ ഇന്റർവ്യൂവിന് മിക്കതും പഠിച്ചിട്ടായിരിക്കും പോണത്, എന്നാലും അവർക്ക് ആ സമയത്ത് ചിലപ്പോൾ റീകളക്ട് ചെയ്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറി വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ കോർട്ടിക്കൽ നെറ്റ്വർക്ക്, മെയിൻലി പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും അവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻസ് ഇന്റർവ്യൂവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും അത് നമ്മൾ വർക്കിംഗ് മെമ്മറിയിലേക്ക്, ഈ ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യണ ഏരിയയിൽ നിന്ന് വർക്കിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്കത് ഉത്തരവിട്ട് പറയാൻ പറ്റണം. പക്ഷെ അമിഗ്ഡാല ഓവർ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഈ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് അത് വർക്കിംഗ് മെമ്മറിയിലേക്ക് പോകുമ്പോഴത്തേക്കും അതിനൊരു ബ്ലോക്കേജ് വരും. അമിഗ്ഡാലയുടെ ആക്ടിവേഷൻ കാരണം ഇറ്റ് മാസ്ക് ചെയ്യപ്പെടും. ഈ കോർട്ടെക്സ് റീജിയന് വർക്കിംഗ് മെമ്മറിനെ റിട്രൈവ് ചെയ്ത് ഹിപ്പോക്യാമ്പസിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പൊ എന്താ സംഭവിക്കണെന്ന് വെച്ചാൽ നാക്കിന്റെ തുമ്പത്തുണ്ടായി, പക്ഷെ നമുക്ക് ആ ഉത്തരം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതിനെല്ലാത്തിനും കാരണം ഈ അമിഗ്ഡാല ഓവർ ആക്റ്റീവ് ആകുമ്പോഴാണ്. അപ്പൊ അമിഗ്ഡാലിനെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറെ ടെക്നീക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. സെൽഫ് ഹിപ്നോസിസ്, അതേപോലെ തന്നെ ഡൈവേർഷൻ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞ കുറെ ടെക്നീക്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറയുന്ന ഡബിൾ ഇൻഹലേഷൻ ഫോളോഡ് ബൈ ലോങ് എക്സലേഷൻ ആണ്. ഇപ്പൊ കുട്ടികൾ തേങ്ങി കരയുമ്പോൾ 2 പ്രാവശ്യം ബ്രീത്ത് എടുക്കും. ഇങ്ങനെ 2 പ്രാവശ്യം ബ്രീത്ത് എടുക്കുമ്പോഴത്തേക്കും മാക്സിമം എയർ നമ്മുടെ ലങ്സിന്റെ ആൽവിയോളയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുഷ് ഔട്ട് ചെയ്തിട്ട് മാക്സിമം ഓക്സിജനേറ്റഡ് ബ്ലഡ് വിൽ
flow to the brain. അപ്പോൾ ഡബിൾ ഇൻഹലേഷൻ ഫോളോഡ് ബൈ ലോങ് എക്സലേഷൻ. ലോങ് എക്സലേഷൻ വരുമ്പോഴത്തേക്കും ഡയഫ്രം മോളിലേക്ക് വരും. ഡയഫ്രം മോളിലേക്ക് വരുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് ബീറ്റ് കൂടണ സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തും ആൻഡ് ബ്രെയിൻ വിൽ ടേൺ ഓൺ ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വരുമ്പോഴത്തേക്കും നമ്മൾ കുറേം കൂടെ റിലാക്സ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഡബിൾ ഇൻഹലേഷൻ ഫോളോഡ് ബൈ ലോങ് എക്സലേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നീക്കാണ് ന്യൂറോ സയൻസിൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത്, വിച്ച് ക്യാൻ കൺട്രോൾ യുവർ ഓവർ ആക്ടിവേഷൻ ഓഫ് അമിഗ്ഡാല. അപ്പോൾ നമ്മൾ സ്ട്രെസ് നമുക്കൊരു പരിധിവരെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ സ്ട്രെസ് വന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ കുട്ടികളോടൊക്കെ പറയും, ഇന്റർവ്യൂവിനൊക്കെ പോണതിന് മുമ്പ് അവർ വെറുതെ ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു നേരം എന്തായാലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ആ സമയത്ത് ബാക്കി എല്ലാവരും സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു പേനയോ ഒരു പേപ്പറും ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇമോഷൻസ് എഴുതി വെക്കാൻ പറയും. ആ ഇമോഷൻസ് എഴുതി വെക്കുമ്പോഴത്തേക്ക് ഇറ്റ് ബ്രേക്സ് ദ സൈക്കിൾ ഓഫ് അമിഗ്ഡാല. അപ്പൊ ആ ഇമോഷൻസ് വെറുതെ നമ്മൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ അമിഗ്ഡാലയുടെ ആക്ടിവേഷൻ വളരെയധികം കുറയാനായിട്ട് കാണാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ടെക്നീക്കാണ്. ഒന്ന്, നമ്മൾ ഈ ഡയറി അല്ലെങ്കിൽ പേപ്പറിൽ നമ്മുടെ ഇമോഷൻസ് എഴുതി വെക്കുക. രണ്ടാമത്തേത് നമുക്ക് ഡബിൾ ഇൻഹലേഷൻ ഫോളോഡ് ബൈ ലോങ് എക്സലേഷൻ. ഇതുവഴി ഓവർ ആക്ടിവേഷൻ ഓഫ് അമിഗ്ഡാല ക്യാൻ ബി കൺട്രോൾഡ്. സിംപ്ലി നമുക്ക് ഈസി ആയിട്ടുള്ള ടെക്നീക്ക് വഴി സ്ട്രെസ് ലെവല് കുറക്കാനായിട്ട് പറ്റും. സ്ട്രെസ് കൂടുമ്പോഴാണ് ഈ ഒരു ഏറ്റവും കൂടുതൽ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേഷൻ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ കുറേയും കൂടെ റിലാക്സ്ഡ് ആകുന്നത്. അപ്പൊ അതാണ് നമ്മളിപ്പോ പറഞ്ഞ രണ്ട് ടെക്നീക്ക് വെച്ച് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ട്രെസ് വരുമ്പോഴുള്ള ചേഞ്ചസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ എന്നുള്ള, ഇപ്പൊ ലോങ് ടേം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ യോഗ, മെഡിറ്റേഷൻ ആണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതുകൂടാതെ മൈൽഡ് ടു മോഡറേറ്റ് എക്സർസൈസ്, പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷവും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ നെറ്റ്വർക്ക് വാസ്റ്റ് ആവും. ഇപ്പൊ നെറ്റ്വർക്ക് വാസ്റ്റ് ആകുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ ഒക്കെ നമ്പർ കൂടും, വിച്ച് വിൽ ഹെൽപ്പ് ടു ചാനലൈസ് യുവർ തോട്ട്സ്. അപ്പൊ കൂടുതൽ ഡിപ്രസീവ് തോട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കാനായിട്ട് പറയണത്. അത് പുതിയ ലാംഗ്വേജ് ആകാം, പുതിയ കാര്യങ്ങളാണ്. ഇപ്പൊ കിച്ചണിൽ തന്നെ ആണെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും എപ്പോഴും പരീക്ഷിക്കുക, ഗാർഡനിങ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് പുതിയതായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ അതുവഴി നമ്മുടെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂടും. അപ്പൊ കൂടുതൽ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ഈസിലി ചാനലൈസ് യുവർ തോട്ട്സ്. അപ്പൊ അതുകൊണ്ടാണ് സ്കൂൾ സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ എപ്പോഴും അക്കാഡമിക്സിന് മാത്രം ഫോക്കസ് ചെയ്യാതെ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാനായിട്ട് പറയണത്. അതുകൊണ്ട് മാത്രമാണ് അവരുടെ ബ്രെയിൻ കുറേയും കൂടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണത്. അപ്പൊ ഇത് റെഗുലറായിട്ട് നമ്മൾ എന്തെങ്കിലും എക്സർസൈസ്, യോഗ പോലത്തെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്നത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ നമ്പറിലാണ്. അപ്പൊ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ നമ്പർ കൂടുമ്പോഴത്തേക്കും മെമ്മറി പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യാനുള്ള ഏരിയയും കൂടും. അതുകൂടാതെ ബെനിഫിഷ്യൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലൈക്ക് ഡോപ്പാമിൻ, സെറട്ടോണിൻ ഒക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും വി ഫീൽ മച്ച് മോർ റിലാക്സ്ഡ്. അപ്പൊ സെറട്ടോണിന്റെ ഒക്കെ ലെവല് ഏറ്റവും കൂടുതൽ കുറയണത് നമ്മൾ കണ്ടേക്കണത് സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. നമ്മൾ കുറച്ചും കൂടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് കുട്ടികളൊക്കെ NSS അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അവർ സെറട്ടോണിൻ ലെവൽ ഇൻക്രീസസ്. ആ സെറട്ടോണിൻ ലെവൽ കൂടുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്സും ബാക്കി കുറെ ഇൻഹിബിറ്ററി നെറ്റ്വർക്ക്സ് ഫോം ചെയ്യണത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ കാണിക്കുന്ന ആൾക്കാരിൽ കാണണമെന്ന് വെച്ചാൽ സെറട്ടോണിന്റെ അളവ് വളരെയധികം കുറയും എന്നുള്ളതാണ്. ഇപ്പൊ സെറട്ടോണിൻ ലെവല് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കൂടുതൽ നെഗറ്റീവ് ലൂപ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഓവർകം ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. എക്സർസൈസ് ഒക്കെ റെഗുലർ ആയിട്ട് ചെയ്യണവർക്ക് ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ വിൽ ബി മോർ. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുമ്പോഴത്തേക്കും ബ്രെയിൻ സെൽസ് വിൽ ബി മച്ച് മോർ എഫിഷ്യൻറ്റ്. അതുകൂടാതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി
കൂടാനായിട്ട് എക്സർസൈസും യോഗയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു മച്ച് ബെറ്റർ മോട്ടോർ ആക്ടിവിറ്റി, കോഗ്നീഷൻ കൂടും. അതുകൂടാതെ മൂഡ് ആൻഡ് മോട്ടിവേഷനും വളരെയധികം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സിമ്പിൾ എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബ്രെയിനിൽ എങ്ങനത്തെ മാറ്റമാണ് വന്നതെന്നാണ് ഈ ഒരു പഠനത്തിലൂടെ കാണിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ്സ് ഷിക്കാഗോയിൽ നടന്ന ഒരു പഠനമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് 20 മിനിറ്റ് നമ്മൾ രാവിലെ നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം ബ്രെയിൻ ആക്റ്റീവ് ഏരിയാസ് കൂടുമെന്നാണ് ഈ കാണിക്കുന്നത്. ഈ റെഡ് ഏരിയാസ് കാണിക്കുന്നത് ബ്രെയിനിന്റെ ആക്റ്റീവ് ഏരിയാസ് കൂടിയതാണ്. അപ്പൊ ജസ്റ്റ് ഒരു 20 മിനിറ്റ് നമ്മൾ നടത്താം ഡെയിലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ആക്റ്റീവ് സോൺസ് കൂടും. അപ്പൊ കൂടുതൽ ആക്റ്റീവായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂടും ആൻഡ് വി വിൽ ബി മച്ച് മോർ ആക്റ്റീവ്. അപ്പൊ അതാണ് ഈ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ബ്രെയിൻ സ്കാനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ് ജസ്റ്റ് ഒരു 20 മിനിറ്റ് നടത്തത്തിന് ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. പിന്നെ അത് കൂടാതെ ഐൻസ്റ്റൈനിന്റെ ബ്രെയിൻ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഐൻസ്റ്റൈന്റെ ബ്രെയിൻ നമ്മുടെ ബ്രെയിനായിട്ടൊക്കെ എന്തായിരുന്നു വ്യത്യാസം എന്നുള്ളത്. അപ്പൊ ഐൻസ്റ്റൈന്റെ ബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പരൈറ്റൽ ലോബില് ഇങ്ങനത്തെ ഒരു യു ഷേപ്ഡ് സ്ട്രക്ചർ അഡീഷണൽ ആയിട്ട് ഫോം ചെയ്തിരുന്നു. അപ്പൊ 15% കണക്ഷൻ ആ ഒരു ഏരിയയിൽ കൂടിയതായിട്ടാണ് പഠനങ്ങൾ പറയണത്. അപ്പൊ അതുകൊണ്ടാണ് പരൈറ്റൽ ലോബ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ സ്പേഷ്യൽ മെമ്മറി. ഒരു യൂണിവേഴ്സിന്റെ ഒക്കെ കോൺസെപ്റ്റ് ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പരൈറ്റൽ ലോബിന്റെ ഒരു കേപ്പബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ കൂടിയെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ആണ്. ഇപ്പൊ വീഡിയോ ഈ ഐൻസ്റ്റൈന്റെ ബ്രെയിനിൽ ഈ ഒരു കണക്ഷൻ യു ഷേപ്ഡ് സ്ട്രക്ചർ കൂടുതൽ പ്രോമിനന്റ് ആയിരുന്നു. ബാക്കി ആൾക്കാരുടെ ബ്രെയിനിൽ അത്ര ഉണ്ടായില്ല. ഈ ബാക്കി ആൾക്കാരുടെ ബ്രെയിനിൽ ആ ഒരു യു ഷേപ്ഡ് സ്ട്രക്ചർ കാണാൻ പറ്റൂലായിരുന്നു. ഇതെങ്ങനെയാണ് നടന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയണം. In fact, when they scanned kids with an MRI before they learned to play musical instruments, and then again after 15 months of training, they discovered the brain had already changed. So I find the Stevenson Einstein in because in fact he took violin lessons as a child for years and years and years. Dean does some digging and discovers this. When he was stuck on his physics problem, he would go into his kitchen, pick up a fiddle, and play it to relax, and he would suddenly get an answer to a physics problem that he'd been working on. Wow. Einstein is. അപ്പൊ ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞേക്കുന്ന ഒരു വാചകമുണ്ട്, ഐൻസ്റ്റൈൻ എങ്ങനെയാണ് ഈ ബ്രെയിൻ റിലാക്സ് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം. അപ്പൊ ഐൻസ്റ്റൈൻ ഒരു ഫിസിക്സ് പ്രോബ്ലത്തിലൊക്കെ സ്ട്രക്ക് ആകുമ്പോഴത്തേക്കും ഐൻസ്റ്റൈൻ സ്ഥിരമായിട്ട് വയലിൻ വായിക്കുമായിരുന്നു. അപ്പൊ റിലാക്സ് ചെയ്യാനായിട്ട് ഹി യൂസ് ടു ഗോ ആൻഡ് പ്ലേ ഹിസ് വയലിൻ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റിയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ കുറേയും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ഈ പഠനത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ ഐൻസ്റ്റൈൻ തന്നെ അത് മ്യൂസിക് കേൾക്കലാകാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യലാകാം, ഗാർഡനിങ് ആകാം, അങ്ങനെ പല ആക്ടിവിറ്റീസ്. അതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ ശേഷം നല്ല മ്യൂസിക് റെഗുലർ ആയിട്ട് കേൾക്കണവർക്ക് തന്നെ ഇപ്പൊ പല രാഗങ്ങൾക്ക് നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സോൺസിനെയും ആക്ടിവേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന്റെ ഓവറോൾ കേപ്പബിലിറ്റി കൂടുന്നു. അപ്പൊ അത് ഐൻസ്റ്റൈൻ പറഞ്ഞ വാചകം ഇതാണ്: തിയറി ഓഫ് റിലേറ്റിവിറ്റി occurred to me by intuition and music was the driving force behind that intuition. അപ്പൊ അത്രയും മ്യൂസിക്കിന് കേപ്പബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പല പല റിലാക്സിങ് ആക്ടിവിറ്റീസ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുമ്പോഴത്തേക്കും ബ്രെയിൻ വിൽ ബി മച്ച് മോർ എഫിഷ്യൻറ്റ്. അത് കൂടാതെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ഏരിയാസ് ഇംപ്രൂവ് ചെയ്യണ ഒരു ടെക്നിക്കാണ് മെഡിറ്റേഷൻ. ഇപ്പോൾ മെഡിറ്റേഷൻ്റെ റിസർച്ച് ഭയങ്കര റീസെൻ്റ് ആയിട്ടാണ് ന്യൂറോ സയൻസ് മേഖലയിൽ നടക്കുന്നത്. അതിപ്പോഴും യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഏകദേശം ഒരു 700ഓളം ടിബറ്റിയൻ മോങ്സിനെ അവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിനിലെ ഏതൊക്കെ ഏരിയാസ് ആണ് ആക്ടിവേറ്റഡ് ആണെന്നും എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്നും ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡിയാണ് അവർ ചെയ്യണത്. അപ്പോൾ ഒരു ലോങ് ടേം സ്റ്റഡി അവർ ചെയ്യുമ്പോൾ അവർക്ക് ആ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങളും മനസ്സിലാവുന്നുണ്ട്.
അപ്പൊ അവർക്ക് മനസ്സിലായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഒബ്സർവേഷൻ ആണ് ബ്രെയിനിന്റെ 2 ഏരിയാസിലെ ഗ്രേ മാറ്റർ തിക്നെസ് കൂടുന്നതായിട്ട്. ഒന്ന് കോർട്ടെക്സില. അപ്പൊ കോർട്ടെക്സിന്റെ കണക്ഷൻസ് കൂടുന്നതായിട്ട് കണ്ട് കോർട്ടെക്സ് ഈസ് ഫോർ ദ ലോങ് ടേം മെമ്മറി സ്റ്റോറേജ്. അതേപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ് വിച്ച് ഈസ് ലൈക്ക് ദ ഗേറ്റ് വേ ടു മെമ്മറി. അപ്പൊ ഷോർട്ട് ടേമിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റുന്നത് ഹിപ്പോ ക്യാമ്പസിലൂടെയും. ഇപ്പോൾ ബോത്ത് കോർട്ടിക്കൽ നെറ്റ്വർക്കും അതുപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസിന്റെ കണക്ഷൻസിന്റെയും തിക്നെസ് കൂടുന്നതായിട്ട് കണ്ട് ദോസ് ഹു പ്രാക്ടീസ് മെഡിറ്റേഷൻ റെഗുലർലി. അതുകൂടാതെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ ഫയർ ചെയ്യണ ബ്രെയിനിനെ കുറേയും കൂടെ റിലാക്സ് ചെയ്ത് കാമായിട്ട് ഫോക്കസ്ഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെഡിറ്റേഷന്റെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റീസെന്റ് ഒബ്സർവേഷൻ ഈ ഒരു സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലായത്. അപ്പൊ മെഡിറ്റേഷൻ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ന്യൂറോ സയൻസിൽ നമ്മൾ പറയുന്ന 3 സ്റ്റെപ്പ് മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്ന ഇന്റേണൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഇന്റേണൽ വിഷ്വലൈസേഷനിൽ നമ്മൾ കണ്ണടച്ച് ഭ്രൂമധ്യത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസിനെ ഷട്ട് ഡൗൺ ചെയ്ത് അവർ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ വിൽ ബി ഓൺ ദ ഈ ഒരു പിരികത്തിന്റെ 2ന്റെയും നടുക്കുള്ള സ്പോട്ട് ഭ്രൂമധ്യത്തിലേക്കാണ് ആ ഫോക്കസ് കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ ഇന്റേണൽ വിഷൻ എന്ന് പറയും. ഇത് 3 സ്റ്റെപ്പ് മെഡിറ്റേറ്റീവ് പ്രോസസ്സാണ്. ഇത് ഓരോ സ്റ്റെപ്പും ഒരു 2-3 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ റിലാക്സ് ആകാനായിട്ട് കാണാം. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കൈവെള്ളയുടെ 2 ലൈൻ ക്രോസ് ചെയ്യണ ഭാഗം കണ്ണിന്റെ വളരെ അടുത്ത് കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം ഫോക്കസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഫോക്കസ് മുഴുവൻ ആ ഒരു ഏറ്റവും ക്ലോസ് പോയിന്റിലേക്ക് മാറും. അപ്പൊ അതിന് നമ്മൾ ഫോക്കസ് എന്ന് പറയും. തേർഡ് സ്റ്റെപ്പ് ഈസ് 2-3 മിനിറ്റ് നമ്മളൊന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഏതെങ്കിലും കുറച്ചും കൂടെ ദൂരെയുള്ള ഏരിയയിലേക്ക് നോക്കുക. അപ്പൊ ഇങ്ങനെ 3 സ്റ്റെപ്പ് ഒന്നിന് പുറകെ ഒന്നായിട്ട് 2-3 മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ്ലി ആ മെഡിറ്റേഷനിൽ ആക്റ്റീവ് ആകണ കുറെ സെൽസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗവേഷണങ്ങൾ കണ്ടെത്തിയത്. അപ്പൊ ഒന്ന് നമുക്ക് മെഡിറ്റേഷൻ അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ഒരു 3 സ്റ്റെപ്പ് മെഡിറ്റേഷൻ വഴി നമുക്ക് ബ്രെയിനിന്റെ ആ ഒരു ഏരിയനെ ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ കുറെ കോശങ്ങളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് റീസെന്റ് റിസർച്ചിലൂടെ കണ്ടെത്താൻ സാധിച്ചത്. അപ്പൊ അത് കൂടാതെ നമ്മളിപ്പോ ഏകദേശം സമയം ആകാറായി. അപ്പൊ ഇനി നമ്മളപ്പോ സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ്, ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ പറഞ്ഞ്, സ്ട്രെസ് റിഡക്ഷന്റെ പറഞ്ഞ്, ഇതെല്ലാം ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് നമ്മുടെ ഭക്ഷണം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണ ഒരു ഏരിയ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ളതാണ്. അപ്പൊ ഗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ദഹനേന്ദ്രിയം എന്ന് പറയണം. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മൈക്രോബ്സ് കാണുന്നത് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ കാണുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. അത് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. ഈ 2 ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഗട്ട് മൈക്രോബ്സ് കാണുന്നത്. അപ്പൊ ഗട്ട് മൈക്രോബ്സ് ആണ് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ഗവേൺ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ റീസെന്റ് റിസർച്ച് ഒക്കെ പറയണത്. കാരണം നമ്മുടെ ശരീരത്തെ എത്ര കോശങ്ങളുണ്ടോ ഏകദേശം അതിനേലും കൂടുതൽ മൈക്രോബ്സ് അല്ലെ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ആൻഡ് ഈ മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മാത്രമല്ല, വൈറസ് ഉണ്ട്, ഫഞ്ചി ഉണ്ട്, ഇതെല്ലാം ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോബ്സ് ആണ്. ആ മൈക്രോബ്സ് നമ്മുടെ എൻറ്റയർ ഗട്ടില് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഗട്ട് ഹെൽത്ത് ആണ് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് റീസെന്റ് സ്റ്റഡീസ് എല്ലാം പറയുന്നത്. അപ്പൊ ഗട്ടിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുത്തി കഴിഞ്ഞാൽ, റെഗുലറായിട്ട് ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എക്സാമ്പിൾ കീമോതെറാപ്പി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഗട്ട് ലൈനിങ് ഡിസ്റ്റർബ്ഡ് ആവും, അല്ലെങ്കിൽ ഗട്ട് ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റഡ് ആവും. അപ്പൊ ഗട്ട് ലൈനിങ് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഡൈജഷൻ പ്രോസസ്സ് വളരെ സ്ലോ ഡൗൺ ആവും, അല്ലെങ്കിൽ ഡൈജഷൻ നടക്കാത്ത പോലെ തന്നെ നമുക്ക് തോന്നും. കാരണം മിക്ക ഫുഡ് നമ്മൾ ദഹിപ്പിക്കുന്നതിലും കൂടുതൽ ഈ ഗട്ടിന്റെ ബാക്ടീരിയ നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഗട്ട് ലൈനിങ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട്ലി ബാക്ടീരിയ, ഇപ്പൊ ആന്റിബയോട്ടിക് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്ലി ബാക്ടീരിയാസ് കുറെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പാത്തോജനിക് ബാക്ടീരിയ ഇൻവേഡ് ചെയ്യും. അപ്പൊ പാത്തോജനിക് ബാക്ടീരിയ ഇൻവേഡ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഫോംസ് സ്മോൾ സ്പേസസ്. അതിന് നമ്മൾ ഗട്ട് ഡിസ്ബയോസിസ് എന്നാ പറയണം. ഗട്ടിന്റെ ആൾട്രേഷൻ വന്നു കഴിയുമ്പോൾ ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയും. ആ ഗട്ട് ഡിസ്ബയോസിസ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഹാർംഫുൾ ബാക്ടീരിയ റിലീസസ് സെവറൽ മെറ്റബോളൈറ്റ്സ് വിച്ച് കോസസ്
ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കും. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഗ്യാപ്സ് ഫോം ചെയ്യും ഈ ഗട്ട് ലൈനിങ്ങിൽ. അങ്ങനെ ചെറിയ ഗ്യാപ്പിലൂടെ പല മോളിക്യൂൾസും ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് പാർക്കിൻസണും അൽഷീമേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സീഡിങ് ആയിട്ടുള്ള കുറെ പ്രോട്ടീൻസ്, ഈ പ്രോട്ടീൻ അഗ്രിഗേറ്റ്സ് ഒക്കെ ഗട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ബ്രെയിനിൽ എത്തണേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പുതിയ പുതിയ പഠനങ്ങളിൽ കണ്ടെത്തുന്നത്. അപ്പൊ അതെല്ലാം, അപ്പൊ ഗട്ട് ഹെൽത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മുടെ ആ ഹെൽത്തി ഗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മിക്ക അസുഖം വരാതെ നോക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ഫൈബറസ് ഫുഡാണ്. അപ്പൊ ഫൈബർ അടങ്ങിയ ഫുഡിലാണ് ഈ ഹെൽത്തി മൈക്രോബ്സ് ബിൽഡ് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ പോളിഷ്ഡ് റൈസിനൊക്കെ പകരം ബ്രാൻ അടങ്ങിയ ഭക്ഷണം, അതുപോലെ തന്നെ മില്ലറ്റ്സിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടാൻ കാരണം. ഇപ്പൊ ഫൈബറസ് ഫുഡ് ഉണ്ടാകുമ്പോഴത്തേക്കും മോർ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സിന് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഫൈബറിന്റെ ആ ഒരു നെറ്റ്വർക്കിലാണ് കൂടുതൽ ബാക്ടീരിയം ത്രൈവ് ചെയ്യണത്. അപ്പൊ അത് കൂടാതെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആന്റി ഓക്സിഡന്റ് നിറഞ്ഞ ഭക്ഷണം. ആന്റി ഓക്സിഡൻസ് ആർ ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചേഴ്സ്. അപ്പൊ കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതേപോലെ തന്നെ വൈൽഡ് ഫിഷസ്, ഇതിലെല്ലാത്തിലും ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ പോലത്തെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആന്റി ഓക്സിഡൻസിനൊക്കെ ബ്രെയിൻ ഹെൽത്തിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ ടോക്സിൻസ് എന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽസ് ആണ്. ഇപ്പൊ റെഗുലർ ആയിട്ട് നമ്മുടെ ബ്രെയിൻ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ദർ വിൽ ബി ലോട്ട് ഓഫ് ഫ്രീ റാഡിക്കൽ ജനറേഷൻ. അപ്പൊ ഫ്രീ റാഡിക്കൽ ജനറേഷൻ കൂടുമ്പോൾ അതിനെ സ്കാവെഞ്ച് ചെയ്യാനായിട്ടാണ് ഈ ആന്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഫൈബറസ് ഫുഡും ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡും ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഫെർമെന്റഡ് ഫുഡും കൂടെ. ഫെർമെന്റഡ് ഫുഡിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ പഴങ്കഞ്ഞിക്കൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടാൻ കാരണം. അത് കൂടാതെ തൈര്, ലാക്ടോബാസിലസ് അടങ്ങിയ കൾച്ചറും നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അത് ഒരു പരിധിവരെ നമ്മുടെ ഗട്ട് റിപ്പയറിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് ഈ തൈരൊക്കെ കൂടുതൽ കഴിക്കാൻ പറയണം. സോ ദാറ്റ് lactobacillus flourishes in the gut as well as it creates an environment for the other bacteria to come and host in the gut. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഗട്ട് ലൈനിങ് ബാക്ടീരിയാസിന് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗട്ട് ഹെൽത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡും അതുകൂടാതെ ഫൈബർ അടങ്ങിയ ഭക്ഷണവും പിന്നെ ഫെർമെന്റഡ് ഫുഡിനുമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗട്ട് ഹെൽത്തിന് മേഖലയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 മണിക്കൂർ വേണ്ടതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി അതിന്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് മാത്രമേ പറഞ്ഞു നിർത്തുന്നത്. അത് കൂടാതെ നമുക്ക് സോഷ്യലൈസേഷന്റെ ഇമ്പോർട്ടൻസ് ഏകദേശം എല്ലാവർക്കും കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് മനസ്സിലായി കാണും. കാരണം നമ്മൾ സോഷ്യലൈസ് ചെയ്യാതെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കും തോറും നമ്മുടെ ബ്രെയിൻ കണക്ഷൻസും ചുരുങ്ങാൻ തുടങ്ങും. അപ്പൊ അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ഓവറോൾ കണക്ടിവിറ്റി കുറയ്ക്കുകയും പിന്നെ നമുക്ക് ആ ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടും. അതുകൊണ്ടാണ് ആ സോഷ്യലൈസേഷൻ ഏത് പ്രായത്തിലും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ മെന്റൽ സ്റ്റിമുലേഷൻ, എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ എന്നും ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്ത് മെന്റൽ സ്റ്റിമുലേഷൻ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണ ഒന്നാണ് ട്രാവലിംഗ്. ഇപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ വി ആർ എക്സ്പോസ് ടു ന്യൂ കൾച്ചർ, ന്യൂ ഫുഡ്, ന്യൂ എൻവയോൺമെന്റ്. ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അത് കൂടാതെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്നും ചെയ്യാൻ ശ്രമിക്കുക. അത് ഇപ്പൊ ശാസ്ത്രീയ സംഗീതം പഠിക്കണമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് എന്തും പഠിക്കാന്നാണ് ഇപ്പോഴത്തെ കോൺസെപ്റ്റ്. കാരണം അത് പഠിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ എന്തോരം ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളിലും നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ വളരെയധികം ആക്റ്റീവ് ആകാൻ തുടങ്ങും. ഇറ്റ് മേക്സ് ന്യൂ കണക്ഷൻസ് ഇൻ ദ ബ്രെയിൻ. അപ്പൊ ഇതെല്ലാം എന്താ നമ്മുടെ ഓവറോൾ ക്രിയേറ്റിവിറ്റിയും മെന്റൽ സ്റ്റിമുലേഷനും വേണ്ടി വളരെ ആവശ്യമാണ്. ഇപ്പൊ ടൈം ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോണേ. ഇപ്പൊ അത് കൂടാതെ നമ്മൾ എപ്പോഴും ബ്രെയിനിനെ കണക്ട് ചെയ്യണത് നമ്മൾ മെമ്മറിയും അതേപോലെ തന്നെ കോഗ്നീഷനായിട്ടൊക്കെയാണ്. പക്ഷേ പാർക്കിൻസൺ പോലത്തെ കണ്ടീഷൻ, പല പല ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷനും നമ്മുടെ മോട്ടോർ സിസ്റ്റത്തിനെയും കൂടെ ഒരു ക്ലാസ്സിനും കൂടെ ഉള്ള ഇതുണ്ടോ? ആ, റിമെയിൻ ചെയ്യുന്നുണ്ടോ ബാക്കി? ഇനി കുറച്ചും കൂടെ ഞാൻ ഫാസ്റ്റ് ആക്കാം. അല്ല ഒരു സ്ലൈഡും കൂടെ അല്ലേ? അതല്ല സാറേ, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സും കൂടെ ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഡിസീസ് ഒക്കെ വരുന്നതേ ഉള്ളൂ.
ആ ഇതൊരു വീഡിയോ മാത്രമാണ്. ഒരു എനിക്ക് തോന്നുന്നു സാറേ, ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു സാറേ അടുത്ത ക്ലാസ് അങ്ങനെ ഒരെണ്ണം സംഭവം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ആ മാത്രമല്ല ഈ ഓരോ ഡിസീസിൽ എങ്ങനെയായിരിക്കും പാർക്കിൻസൺസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ അല്ലെങ്കിൽ അതൊക്കെ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് കൂടെ ആക്കാം. ആ കുഴപ്പമില്ല. ഞാൻ ഇതെന്തായാലും ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒരു ഓക്കെ. സ്ലൈഡും കൂടെ അല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും കോഗ്നീഷൻ ആയിട്ടൊക്കെ മാത്രം കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ പാർക്കിൻസണിലെ ഡോപ്പാമിനർജിക് ന്യൂറോൺസിനാണ് അഫക്റ്റഡ് ആവുന്നത്. സബ്സ്റ്റാൻഷ്യൽ നൈഗ്രിയിലെ ഡോപ്പാമിനർജിക് ന്യൂറോൺസ് അഫക്റ്റഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോൺസ് ആണ് അഫക്റ്റഡ് ആവുന്നത്. സോ നമ്മൾ മസിൽസിനെ ചലിപ്പിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോൺസ് അഫക്റ്റഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഓവറോൾ കൺട്രോൾ വിട്ടുപോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മസിൽസ് ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കും. ഇത് പാർക്കിൻസന്റെ ലാസ്റ്റ് സ്റ്റേജിൽ ലിബിഡോപ്പ ഇൻഡ്യൂസ് ഡിസ്കൈനേസിയ വരുമ്പോഴാണ് ഈ ഒരു സിവിയർ കണ്ടീഷനിലേക്ക് പോകുന്നത്. അപ്പൊ അത്രയും നമ്മൾ ജസ്റ്റ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇന്റർവെൻഷൻ നമ്മുടെ ഓവറോൾ മെന്റൽ ആസ് വെൽ ആസ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമല്ല, അത് മോട്ടോർ സിസ്റ്റത്തിനെയും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രെയിൻ ഹെൽത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഈ ദലൈലാമയുടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ കോട്ട് തന്നെയാണ്, ജസ്റ്റ് വൺ സ്മോൾ പോസിറ്റീവ് തോട്ട് ഇൻ ദ മോർണിംഗ് ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ഡേ. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ നെക്സ്റ്റ് ഒരു ചാർട്ടിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ കൂടുതലും തലേ ദിവസത്തെ ഒരു 85 to 90% തോട്ട്സും തലേ ദിവസത്തെ തോട്ട്സ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു 80 to 85% നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എങ്ങനെ മാറ്റാന്നാണ് നമ്മൾ ഈ ഒരു ചാർട്ടിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യണം. ആ റീപ്രോഗ്രാം ചെയ്യണത് ഇപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ, ഇത് ഞാൻ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ചാണ്, ഇത് 7 മണിക്ക് മുമ്പ് എപ്പോൾ വേണേലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ നമുക്ക് കട്ടിലേ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റണം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പറയണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് വന്നതിന് മുമ്പ് നമ്മുടെ ബ്രെയിനിനെ ഫോക്കസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഒരു 3 to 5 minutes നമുക്ക് ജസ്റ്റ് നമ്മുടെ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം, മൈൻഡ്ഫുൾനെസ് ഇൻവോൾവ് ചെയ്യുക. കാരണം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും മനസ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രെയിൻ ആ രാവിലത്തെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഫോക്കസിലേക്ക് വരും. പിന്നെ രണ്ടാമത്തത് നമ്മുടെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അത് 2-3 മിനിറ്റ്. നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് വേൾഡിൽ ജീവിക്കണതുകൊണ്ട് നമുക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ ഫ്ലഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് മുമ്പ് തന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോഴത്തേക്കും ആ ബ്രെയിനിലെ നെറ്റ്വർക്ക് മാറും എന്നുള്ള പറയണം. അതുകൂടാതെ 3rd സ്റ്റേജിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം ഇന്നത്തെ ദിവസം എങ്ങനെ വേണമെന്ന്. അല്ലെ കുട്ടികളോട് ഞങ്ങൾ പറയണമെന്ന് വെച്ചാൽ 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താണ് ആകാൻ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ ഇപ്പോഴേ അത് വിഷ്വലൈസ് ചെയ്യാൻ പറയും. ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ബ്രെയിൻ അത് റിയൽ ആയിട്ട് എടുക്കും. അപ്പൊ ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂസ്ലി വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് നെറ്റ്വർക്ക് ഇൻ ദ ബ്രെയിൻ. ആ നെറ്റ്വർക്ക് പിന്നെ ആ ഏരിയയിലേക്ക് മുന്നോട്ട് നയിക്കാനായിട്ടുള്ള കൂടുതൽ സ്റ്റിമുലേഷൻ കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ അതാണ് ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ആ തോട്ട് പ്രോസസ് എന്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ്സ് ദിസ് ഹ്യൂജ് നെറ്റ്വർക്ക് ഇൻ ദ ബ്രെയിൻ. ഇപ്പൊ 3 സ്റ്റെപ്പാണ് രാവിലെ എണീറ്റിട്ട് നമ്മൾ കട്ടിലെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറയണത്. ഫസ്റ്റ് മൈൻഡ്ഫുൾനെസ് ഇൻവോൾവ് ചെയ്തിട്ട് നമ്മുടെ ബ്രീത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം, ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും മനസ്സ് ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യാം. രണ്ടാമത്തേത് നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. മൂന്നാമത്തേല് നമുക്ക് വിഷ്വലൈസ് ചെയ്യുക, എന്താണ് നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മുടെ ജീവിതം വേണ്ടത് എന്നുള്ളത് ഇപ്പോഴേ വിഷ്വലൈസ് ചെയ്യാം. ആൻഡ് ദാറ്റ് വിൽ റീവയർ യുവർ ബ്രെയിൻ. അപ്പൊ അത്രയും ബ്രെയിനിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആ വെള്ളം കുടിക്കുമ്പോൾ, കാരണം ഒരു ദിവസത്തെ ഉറക്കം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയി കാണും. അപ്പൊ അതിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് രാവിലെ തന്നെ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ കുറെ ചേഞ്ചസ് വരും. അപ്പൊ അതിന്റെ അൽഷീമേഴ്സിന്റെ ഒക്കെ കണ്ടീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ മരണസമയത്ത് അവരുടെ
ഹൈഡ്രേഷൻ ലെവൽ വളരെ കുറവായിരിക്കും. ഒരു 35 to 40% വെള്ളത്തിന്റെ കണ്ടന്റ് കുറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ബ്രെയിൻ അത്ര ഷ്രിങ്ക് ആയി പോകുന്നത്. അപ്പൊ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തത്, നമ്മൾ ഏത് ജീവജാലങ്ങൾ എടുത്താലും ഒരു ജീവജാലങ്ങൾ പോലും രാവിലെ സ്ട്രെച്ച് ചെയ്യാതെ എണീക്കാറില്ല. പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, ഏത് ജീവജാലങ്ങൾ, പുലി, ഏത് ജീവജാലങ്ങൾ എടുത്താലും മൈൽഡ് സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യാതെ ആരും ഉണരാറില്ല, മനുഷ്യനൊഴിച്ച്. അപ്പൊ ഇതിനുള്ള ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മസിൽസിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ചും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇപ്പൊ കഴുത്ത് റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കൈയിന്റെ കുഴകൾ റൊട്ടേറ്റ് ചെയ്യുക. ഓരോ ഏജ് അനുസരിച്ച് മൈൽഡായിട്ടെങ്കിലും സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ദർ ഇസ് എ ഡോപ്പാമിൻ റിലീസ് ഇൻ ദ ബ്രെയിൻ. അപ്പൊ ആ ഡോപ്പാമിൻ റിലീസ് നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ മോട്ടിവേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് ആ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് മൈൽഡ് സ്ട്രെച്ചിങ് എങ്കിലും ചെയ്തിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഹൈലി മോട്ടിവേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരും, ബിക്കോസ് ഓഫ് ദിസ് ഡോപ്പാമിൻ റിലീസ്. അത് കൂടാതെ നമുക്ക് ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ചെയ്യണവര് അത് വളരെ ബെനിഫിഷ്യൽ ആണ് ബ്രെയിൻ ഹെൽത്തും അതുപോലെ തന്നെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയും. അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയണത്, ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി ഒരു 20 മിനിറ്റ് നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങി ഒരു 7-7:30 മുമ്പ് പുറത്തിറങ്ങി ആ രാവിലത്തെ മാക്സിമം എനർജി നമ്മുടെ സൺലൈറ്റ് സോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടണ എക്സ്പോഷ്യർ, നേരത്തെ പറഞ്ഞ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് ആക്ടിവേഷൻ കൊണ്ട് നമ്മുടെ സുപ്രാക്യാസ്മാറ്റിക് ന്യൂക്ലിയസ് ആക്റ്റീവ് ആവും. അപ്പൊ നമ്മുടെ രാവിലത്തെ ആ കോർട്ടിസോൾ പൾസും കിട്ടും. അതുകൂടാതെ രാത്രി മെലറ്റോണിൻ ലെവൽ കൂടുമ്പോൾ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പും കിട്ടും. അപ്പൊ ആ രാവിലത്തെ സൺലൈറ്റ് എക്സ്പോഷ്യർ വളരെയധികം നമുക്ക് ബെനിഫിഷ്യൽ ആണെന്നാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അപ്പൊ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും കാനഡ പോലത്തെ രാജ്യങ്ങൾക്ക് ഈ ലൈറ്റ് എക്സ്പോഷ്യർ വളരെ ഡിലേ ആവും. അവർക്ക് 1 മണിക്കൊക്കെയാണ് ചിലപ്പോൾ സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നത്, വിന്ററിന്റെ ഒക്കെ ടൈമിൽ. അപ്പൊ അവർ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് വെച്ചിട്ടാണ് ഈ സ്റ്റിമുലേഷൻ കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഒരു കുറവും ഇല്ല സൺലൈറ്റിന്. നമുക്ക് ആ രാവിലത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നിന്നാൽ തന്നെ നമുക്ക് ഈ ആക്ടിവേഷൻ നടക്കും. അപ്പൊ അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രാവിലെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇനി രാത്രി പറയണത് ഉറക്കത്തിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 2-3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഭക്ഷണം ദഹിക്കാതെ ആമാശയത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിന്റെ സമയത്ത് മാക്സിമം ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്കാണ് പോകേണ്ടത്. അതിന് വേറെ അൺഡൈജസ്റ്റഡ് ഫുഡ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അവശേഷിക്കണമെങ്കിൽ ലോട്ട് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ വിൽ ഗോ ടു ദാറ്റ് ഇൻറ്റസ്റ്റൈനൽ റീജിയൻ. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ആ ലെത്താർജിക് ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ആ ബ്രെയിനിൽ നല്ല ഉറക്കം കിട്ടിയ ഡീപ്പ് സ്ലീപ്പ് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയും വരും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഡൈജസ്റ്റ് ചെയ്തിട്ട് കിടക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരു ദിവസം നിങ്ങൾ ഉറക്കത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുക, വേറൊരു ദിവസം 2-3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുക. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസമാണ് കൂടുതൽ എനർജി എന്ന് നോക്കുക. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് തോന്നണ അത് നിങ്ങളെ ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം. പിന്നെ അത് കൂടാതെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യണ ഒരു കാര്യമാണ് സ്ക്രീൻ ടൈം. അപ്പൊ നമ്മൾ എത്രത്തോളം സ്ക്രീൻ ടൈം നമ്മൾ ഇപ്പൊ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കംപ്ലീറ്റ്ലി സ്ക്രീനിൽ നോക്കിയിരിക്കണവർക്ക് നിങ്ങളെ സ്ലീപ്പ് ക്വാളിറ്റി അഫക്റ്റഡ് ആകാനായിട്ട് കാണാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ബ്രൈറ്റ് ലൈറ്റ് എക്സ്പോഷർ ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ബ്ലൂയിഷ് യെല്ലോ ലൈറ്റ് സ്റ്റിമുലേഷൻ വരുമ്പോൾ ഇറ്റ് സപ്രസസ് ദ മെലറ്റോണിൻ ലെവൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വലിയ മാളിൽ പോവുക, അവിടെ ഈ ബ്രൈറ്റ് ലൈറ്റ് വെച്ചേക്കണത് ഒന്ന് നിങ്ങൾ കുറച്ചു നേരം രാത്രി കൊണ്ടിട്ട് തിരിച്ചു വന്നാൽ നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണാം. കാരണം ലൈറ്റ് ക്യാൻ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് യുവർ സ്ലീപ്പ് ക്വാളിറ്റി. അപ്പൊ ഈ ബ്രൈറ്റ് ലൈറ്റ് എക്സ്പോഷർ മാക്സിമം 1 മണിക്കൂർ മുമ്പെങ്കിലും ഉറക്കത്തിന് മുമ്പ് നമ്മൾ മാറ്റണമെന്നാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഉറങ്ങണേന് 1 മണിക്കൂർ മുമ്പ് ഗാഡ്ജറ്റ്സിൽ നിന്ന് മാറുക. യു ക്യാൻ ലിസൺ ടു ഗുഡ് മ്യൂസിക്, അല്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് നല്ല സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓവറോൾ സ്ലീപ്പ് ക്വാളിറ്റി കൂടും. അത് കൂടാതെ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോഴും വളരെയധികം എനർജി ഉള്ളതായിട്ട് തോന്നും. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ആ സ്ക്രീൻ ഫ്രീ ടൈമിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണ ഒരു കാര്യമാണ്. അപ്പൊ അത് കൂടാതെ ഉറങ്ങണതിന് മുമ്പ് എല്ലാ മതങ്ങളിലും ഈ പ്രാർത്ഥനയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം നല്ല തോട്ട്സോടെ ഉറങ്ങുക എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ
ഉറക്കത്തിന് മുമ്പ് ചിന്തിക്കണ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ കൺസോളിഡേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണ് ആൾക്കാരോട് അവർ ഉറക്കത്തിന് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും പറയണം ഒന്നെങ്കിൽ ന്യൂസ് കണ്ടിട്ടായിരിക്കും കിടക്കണം, അല്ലെങ്കിൽ FIR ക്രൈം അങ്ങനത്തെ പരിപാടികൾ കണ്ടിട്ടാണ് കിടക്കണം. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിലുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ കൺസോളിഡേറ്റഡ് ആവണം. അപ്പൊ അതിന് പകരം പോസിറ്റീവ് തോട്ട്സോടെ ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിനിൽ ആ കണക്ഷൻസിൽ വളരെയധികം ബെനിഫിഷ്യൽ ഇഫക്ട്സ് വരാൻ തുടങ്ങും. ഇതൊക്കെയാണ് നമ്മൾ സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ കുറേ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു മേജർ പ്രോജക്റ്റ് ആയിരുന്നു ഉദ്ബോധ്, വിച്ച് ക്രിയേറ്റഡ് കൊച്ചിൻ ആസ് ഇന്ത്യസ് ഫസ്റ്റ് ഡിമെൻഷ്യ ഫ്രണ്ട്ലി സിറ്റി. അപ്പൊ അത് കൂടാതെ അതിൽ മെമ്മറി വാക്സ് ഉണ്ടായി, ഇന്റർനാഷണൽ കോൺഫറൻസ്, അവയർനെസ് ക്യാമ്പയിൻസ്, ഇപ്പൊ മെമ്മറി ക്ലിനിക്സ് ഓൺഗോയിങ് ആണ് പലയിടത്തും, പിന്നെ മെമ്മറി കഫേസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രോജക്റ്റ് ഇപ്പം മിക്ക പഞ്ചായത്തും ഏറ്റെടുത്തിട്ട് സൊസൈറ്റിയിൽ അവരുടെ തന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു ഡിമെൻഷ്യ കെയർ ഹോം പച്ചാളത്ത് ഫങ്ഷണൽ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സൊസൈറ്റിക്ക് വേണ്ടി സെന്ററിന്റെ കുറെ റിസർച്ച് കോൺട്രിബ്യൂഷൻ, ഇപ്പൊ ന്യൂറോ സയൻസ് നടക്കുന്ന റീസെന്റ് റിസർച്ച് സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെന്ററിന്റെ പ്രജ്ഞ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ പ്രോജക്ട്സ് സോഷ്യൽ ഇന്റർവെൻഷൻ പ്രോജക്റ്റ് ആയിട്ട് ഇറക്കുന്നത്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണതിന്റെ ഒപ്പം തന്നെ ഈ അവയർനെസ് ക്യാമ്പയിൻ, ഇന്നത്തെ ഈ ഒരു ടോക്കും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ജനങ്ങളിലെ കുറേം കൂടെ ബ്രെയിൻ ഹെൽത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ള. ഇതിനെല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ബാക്കിയുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ഇന്ന് പറഞ്ഞേക്കണ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും ഇത് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും. കാരണം ഇത് ഈ ഷെഡ്യൂളൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് വ്യക്തമായിട്ട് എനിക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലായപ്പോഴാണ് ഇത് കുറേം കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത്. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഓരോരുത്തരിലേക്ക് എത്തിക്കണം. അപ്പൊ ചെയ്തു നോക്കിയിട്ട് നമ്മുടെ ഫാദർ ഓഫ് ദ നേഷൻ മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ, യു ഷുഡ് ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ സൊസൈറ്റി. കാരണം നമ്മളിൽ ആ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് പയ്യെ ഫാമിലിയിൽ റിഫ്ലക്ട് ചെയ്യും. ഫാമിലി വിൽ ചേഞ്ച് ദ സൊസൈറ്റി ആൻഡ് സൊസൈറ്റി വിൽ ചേഞ്ച് ദ നേഷൻ. അങ്ങനെ മാത്രമേ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നെൽസൺ മണ്ടേല പറയണ്ടായി, ഐ വാസ് ഇൻ ജയിൽ ഫോർ 27 years ബട്ട് മൈ മൈൻഡ് വാസ് നെവർ ഇൻ ജയിൽ. ഞാൻ 27 വർഷം ജയിലിലായിരുന്നു, പക്ഷെ എൻ്റെ മനസ്സൊരിക്കലും ജയിലിലായിരുന്നില്ല. നമുക്ക് ഇത്രയും കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ കുറേ ഇൻഹിബിറ്ററി തോട്ട്സ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മെന്റൽ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കത് കൺവേ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ പെർഫോമൻസിനൊക്കെ ചുരുക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ കുറേ മെന്റൽ ബ്ലോക്സ് ഉള്ളതാണ്. ആ മെന്റൽ ബ്ലോക്സിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള കുറേ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ട്രെയിനിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആ മെന്റൽ ബ്ലോക്സ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനോർമസ് പൊട്ടൻഷ്യലിലേക്ക് എത്തും. നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മനസ്സിലാവും. കാരണം വളരെ കുറച്ച് പൊട്ടൻഷ്യലിലേക്കാണ് നമ്മൾ എത്തിയേക്കണം. പക്ഷെ ഇങ്ങനത്തെ കുറേ പ്രാക്ടീസിലൂടെ നമുക്ക് വളരെയധികം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ആ ചേഞ്ച് ഡെഫിനറ്റ്ലി സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് സൊസൈറ്റി വിൽ ചേഞ്ച് അവർ നേഷൻ. ആൻഡ് ഐ താങ്ക് ഓൾ ദ മെമ്പേഴ്സ് ഹു have given this chance to interact with you all. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റി. കുറച്ച് ടൈമിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടി വന്നു. ഇല്ല സാറേ, ഇതിൽ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഒരുപാട് പേർക്ക് കുറെ സംശയങ്ങളുണ്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടുന്നത്. കാരണം ഇത് ഡോക്ടേഴ്സിന് ഒത്തിരി പ്രയോജനം ചെയ്ത് കാണും. കാരണം അവർക്ക് ഡേ ടു ഡേ പ്രാക്ടീസിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സ്വന്തം അനുഭവത്തിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റിയ കാര്യങ്ങളാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി എങ്ങനെ വരുന്ന രോഗികളിലെ കുട്ടികളിലൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പല സംശയങ്ങളും ഉണ്ട്. ഇത് വിദ്യാഭ്യാസത്തിന് എങ്ങനെ ബന്ധിപ്പിക്കാം? അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റ്. മേധ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നമ്മളിപ്പോ എറണാകുളം ജില്ലയിൽ മുഴുവൻ നടപ്പാക്കാൻ പോണത് ഈ ഏർലി അഡോളസെന്റ് ടൈം പീരീഡ് 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഈ ഒരു ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ കംപ്ലീറ്റ് റീവയറിങ് പറ്റും എന്നുള്ളതാണ്.
കാരണം ആ സിനാപ്റ്റിക് പ്രൂണിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇന്റർവെൻഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ വളരെയധികം മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഡിപ്രസീവ് തോട്ട്സും ഇങ്ങനത്തെ പല കാര്യങ്ങളിലെ മെന്റൽ ബ്ലോക്സ്, ഇപ്പൊ ഏറ്റവും കൂടുതൽ മെന്റൽ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് വെച്ചാൽ എവരി പേഴ്സൺ ഈസ് യുണീക്ക്. കാരണം നമ്മൾ ഒരാളെ മറ്റൊരാളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും നമുക്ക് പല പല കേപ്പബിലിറ്റീസ് ആയിട്ടുള്ളത്, അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ റിയലി ഫ്ലറിഷ് ഇൻ ദാറ്റ്. അപ്പൊ ഈ ഇന്നത്തെ ഡോക്ടേഴ്സിന് പല സംശയങ്ങളും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോ അധികം താമസിയാതെ ഒരു ദിവസം കൂടി സാറിന്റെ സൗകര്യത്തിന് ഒന്ന് വന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളെ കൊണ്ടുപോയി ചോദിക്കാമായിരുന്നു. അതിന്റെ ഒരു കുറവ്. കാരണം സംശയങ്ങൾ പലരും, ഒരാളെ ചാറ്റ് ബോക്സിലൊക്കെ പല സംശയങ്ങളും വന്നിരുന്നു. പക്ഷെ നമുക്ക് ഇനി സമയമില്ല, ഇപ്പൊ തന്നെ ഒരു 6-7 മിനിറ്റ് നമ്മൾ ലേറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്യാനേ സാധിക്കുള്ളൂ. സാർ അപ്പൊ തീർച്ചയായിട്ടും ഒരു ദിവസം കൂടി വന്നാൽ എല്ലാവർക്കും സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എന്തായാലും നമ്മുടെ ചക്രപാണി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ഹ്യൂബർട്ടിനെ ക്ഷണിക്കും. ഡോക്ടർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇതിൽ ഞാനൊരു സംഗതി മാത്രം ആഡ് ചെയ്യാൻ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മോൻ ക്യാൻസറായിട്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഡെയിലി ഇതൊക്കെ എടുക്കുന്ന സമയത്ത്, കീമോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എല്ലായ്പ്പോഴും അവന് മറ്റേ ഗിറ്റാർ എടുത്ത് കരേരപ്രിയ രാഗം ഇങ്ങനെ വായിച്ചു കൊടുക്കും, വലിയ വേദനയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ഈ രാഗങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവന് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അതിപ്പോഴും ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയേറെ ഹെൽപ്ഫുള്ളാണ്. ഈ സാറ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ എല്ലാവരും പഠിച്ചു വരുന്ന, ലോകം മൊത്തം ഉപയോഗിച്ച് പറഞ്ഞാൽ ലോകസമസ്ത സുഖിനഭവനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ടുള്ള ഏറ്റവും നല്ല നേട്ടങ്ങളായിരുന്നു ഇന്ന് സാറ് പറഞ്ഞ ക്ലാസ് ആദ്യന്തം അവസാനം വരെ, ഇന്നലെ മുതൽ ഇന്ന് വരെ. ഏതായിരുന്നാലും സാറിനോട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ചോദ്യങ്ങളുമായിട്ട് സാറ് അതിന് സമയം കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിരുന്നാൽ, ഈ സാർ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്ന് യൂട്യൂബിലായിട്ടുണ്ട്. ഇന്നലെ ചെയ്തതൊക്കെ ഇന്ന് ചെയ്യുന്ന നാളത്തെ യൂട്യൂബിലാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ലോകം മൊത്തം ഇപ്പോഴും ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതോടുകൂടി തീരുന്നില്ല, 1 മണിക്കൂർ കൊണ്ട് തീരുന്നില്ല. ഇത് ലോകം അവസാനിക്കുന്നത് വരെ അത് യൂട്യൂബിൽ ഇങ്ങനെ കാണും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ സഹായം വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ക്ലാസ് തന്നതിന് നന്ദി. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇന്ന് നല്ല വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ്സോടുകൂടി 1345 ദിവസത്തെ മലയാളം സെഷൻ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരും. താങ്ക് യു.